ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്, മൊഡ്യൂൾ 5 റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ പരമായി ഈ ടോപ്പിക്കല്ലേ റെഫ്രിജറേഷൻ എന്ന് പറയാൻ നേരത്ത് മെയിൻലി മെക്കാനിക്കലായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്. ബട്ട് നമ്മുടെ ലെറ്റിൻ്റെ സിലബസ് വൈസ് എന്താണ്, ഈ ഒരു മൊഡ്യൂൾ 5 നമ്മുടെ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നത്. വളരെ സിമ്പിളാണ്, പ്രോബ്ലംസ് ഒന്നും അല്ലെ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഒരു ടോപ്പിക്ക് നോക്കിയാൽ തന്നെ അറിയാം മെയിൻലി എന്താ തിയറി സെക്ഷൻസ് ആണെന്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ റെഫ്രിജറേഷൻ അല്ല, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കാൻ നേരത്തെ എന്ന് പറയുന്നത് എന്താ, ഒരു മെക്കാനിസം അല്ലേ, ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. നമ്മൾ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലല്ല, ആ ഡിവൈസിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്താ ഒരു ലോ ടെമ്പറേച്ചർ നമ്മൾ എന്താ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ പുറത്തൊരു സറൗണ്ടിങ്ങിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷേ ആ ഒരു സ്പേസിൽ നമ്മൾ എന്താ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെയാണ് നമ്മളെന്ത് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ എന്ത് ചെയ്യും, ലോ ലെവലിൽ നിന്ന് ഒരു ഹൈ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും അല്ലേ. നമുക്കിപ്പോൾ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യണ്ടാവും, ഹീറ്റിൽ നമ്മൾ എന്താ ഒരു ലോ ടെമ്പറേച്ചർ സെക്ഷനിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ സെക്ഷനിലേക്ക് നമ്മൾ എന്താണ് ഹീറ്റിനെ പമ്പ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തൊരു വർക്ക് അല്ലേ, ഒരു ഹൈ ടെമ്പറേച്ചറിനും ലോ ടെമ്പറേച്ചറിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ. നമ്മളൊരു സ്പൂണ് തീയിൽ വെച്ച് ചൂടാക്കാൻ നേരത്തെ ഇവിടെ ഒരു പോയിന്റിൽ ഹൈ ടെമ്പറേച്ചർ വന്നെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു ഇപ്പുറത്തെ എൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും, ഹൈ ടെമ്പറേച്ചറിനും ലോ ടെമ്പറേച്ചറിലേക്ക്. ബട്ട് നേരെ തിരിച്ച് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ഓൺ ആയിട്ട് നമ്മൾ എന്താ ഒരു വർക്ക് കൊടുക്കണം. ക്ലിയർ. സോ ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റമിൽ ആ ഒരു റെഫ്രിജറേഷൻ സൈക്കിളിലായാലും നമ്മൾ എന്താ ഒരു വർക്ക് കൊടുത്തിട്ടാണ് എന്ത് ഈ ഒരു പ്രോസസ്സ് എന്താണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്ത് ഫ്രിഡ്ജ് ആവട്ടെ, AC ആവട്ടെ, ഇങ്ങനെ ഒരുപാട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പാസിറ്റി, നമ്മൾ യൂണിറ്റ് മെയിൻലി പറയുന്നത് ടണ്ണിലാണ് എന്ത് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് പറയണം. ടണ്ണെന്ന് പറയുന്ന നേരത്ത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്താ ഒരു ഒരു 1 ഡേയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി 24 hours. A ton of refrigeration defined as amount of heat which is to be extracted from 1 ton of water at 0 degrees Celsius in order to convert it to ice 0 degrees Celsius in 24 hours. അപ്പോൾ 24 ഹവേഴ്സിനുള്ളിൽ വാട്ടറിനെ ഐസ് ആക്കാനുള്ള ആ ഒരു ടണ്ണി, ഇതിനെയാണ് നമ്മൾ എന്താ ടണ്ണി ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയണം. സോ 1 ടണ്ണി ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 kJ per minute എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് 3.5 kW. രണ്ട് രീതിയിൽ നമുക്ക് എന്താ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 1 ടൺ ഈക്വൽ ടു 0.9 ടണ്ണി എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എന്ത് റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് തന്നെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു MCQ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് അറിയണം. 1 ടണ്ണി ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് 0.9 ടണ്ണി എന്ന് പറയാം, ഇല്ല 210 kJ per minute എന്ന് പറയാം, ഇല്ല 3.5 kW എന്ന് പറയും. ക്ലിയർ. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ 0 ഡിഗ്രി സെൽഷ്യസിലേക്കല്ല ഐസിലേക്ക് മാറ്റാൻ വേണ്ടി എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമുക്ക് എന്ത് പറയാം, ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയും. ഓക്കെ. ഇനി പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഹീറ്റ് കെമിക്കൽ റിയാക്ഷനിൽ റിമൂവ് ചെയ്യാനാവട്ടെ, ലിക്വിഫൈങ് പ്രോസസ്സിലാവട്ടെ, വേപ്പർ ഡിസ്റ്റിലേഷൻ ആവട്ടെ, ഫ്രീസസ് ഡ്രൈയിങ് ആവട്ടെ, ഇങ്ങനെ ഒരുപാട് പർപ്പസിൽ നമ്മൾ എന്താണ് ഈ ഒരു റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷനിൽ യൂസ് വരുന്നതാണ്. ഇനി റെഫ്രിജറൻസ് അല്ലേ, എങ്ങനെയാണ് ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്ത് റെഫ്രിജറൻസ് എന്ന് പറയണം. ഓക്കെ. ഇപ്പോൾ നോർമലി ഒരു വെള്ളം ആവട്ടെ, അമോണിയ ആവട്ടെ, ഫ്ലോറിൻസ് ആവട്ടെ, ഇങ്ങനെ ഒരുപാട് റെഫ്രിജറൻസ് ഉണ്ട് നമ്മൾ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ AC, ഫ്രിഡ്ജ്, ഇതിലൊക്കെ ഒരു റെഫ്രിജറൻ്റ് ഉണ്ട്. ആ റെഫ്രിജറൻ്റ് ആണ് നമ്മളെന്ത് ആ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ റെഫ്രിജറൻസ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി റെഫ്രിജറൻറ്റും ഉണ്ട്, സെക്കൻഡറി റെഫ്രിജറൻറ്റും ഉണ്ട്. അപ്പോൾ പ്രൈമറി റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്, ആ ഒരു ഹീറ്റിനെ ഡയറക്റ്റ് എടുക്കുന്ന റെഫ്രിജറൻസിനെയാണ് എന്ത് പ്രൈമറി റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ആർ ലിക്വിഡ്സ് ദാറ്റ് ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ആഫ്റ്റർ അബ്സോർബിങ് ഹീറ്റ്. അപ്പോൾ നമ്മളെന്താ ഈ റെഫ്രിജറൻറ്റ് വരുന്നു, നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഒരു ആപ്പിൾ വെച്ചെന്ന് വെച്ചാൽ ഈ ആപ്പിളിൽ നിന്നുള്ള ഹീറ്റ് ഈ റെഫ്രിജറൻറ്റ് വന്ന് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇനീഷ്യലി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് എന്താ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് കംപ്രസ് ചെയ്ത് പുറത്ത് വന്നിട്ട് എന്താ ഹീറ്റിനെ റിജക്റ്റ് ചെയ്ത് പിന്നെയും എക്സ്പാൻഷൻ വാല്യൂ വഴി തിരിച്ച് ലിക്വിഡ് ആവും. അപ്പോൾ അങ്ങനത്തെ റെഫ്രിജറൻസിനെയാണ് നമ്മൾ എന്ത് പ്രൈമറി റെഫ്രിജറൻസ് എന്ന് പറഞ്ഞാൽ. എത്തലീൻ ആവട്ടെ, പ്രൊപ്പലീൻ ആവട്ടെ, അമോണിയ ആവട്ടെ, അതൊക്കെ എന്താ പ്രൈമറി റെഫ്രിജറൻസ് ആണ്. വേറെ സെക്കൻഡറി റെഫ്രിജറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റോ ഫേസ് ചേഞ്ചോ ഉണ്ടാവില്ല, അതിനുള്ളിൽ സർക്കുലേറ്റ് ചെയ്യണം. ഓൾറെഡി ഹീറ്റ് എടുക്കുന്ന ഒരു, ഇപ്പോൾ ഈ അമോണിയ ഹീറ്റ് എടുക്കണമെങ്കിൽ അമോണിയയിൽ നിന്ന് ഹീറ്റ് എടുക്കുന്ന ഒരു റെഫ്രിജറേറ്റർ ഇല്ലെ വാട്ടറൊക്കെയാണ് എന്ത് നമുക്ക് സെക്കൻഡറി റെഫ്രിജറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാരിയർ പോലെ ഹീറ്റ് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യണതാണ് എന്ത് സെക്കൻഡറി റെഫ്രിജറൻസ് എന്ന് പറഞ്ഞാൽ. ബ്രൈന്, വാട്ടറൊക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ. സോ അതാണ് എന്ത് പല ടൈപ്സ് ഓഫ് റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ ഓൾറെഡി പറഞ്ഞു. റെഫ്രിജറേഷൻ സൈക്കിളിൽ ഞാൻ കംപ്രഷൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ, കംപ്രഷൻ, എക്സ്പാൻഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ റെഫ്രിജറേഷൻ സൈക്കിളിന് നമുക്ക്
പല രീതിയിൽ പല ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾസ് ഉണ്ട്. വേപ്പർ കംപ്രഷൻ, വേപ്പർ അബ്സോർപ്ഷൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ബട്ട് നമ്മുടെ സിലബസ് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? വേപ്പർ കംപ്രഷൻ സൈക്കിളാണ്. അപ്പോൾ ആ സൈക്കിൾ എന്ന് പറയുന്ന നേരത്ത് ഇതിൽ ജനറലി വർക്ക് ചെയ്യുന്ന 2 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട്, ഒരു ഹൈ പ്രഷറും ഒരു ലോ പ്രഷറും, 2 പ്രഷർ തമ്മിൽ ആണ് എന്ത് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്, കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. നോർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇവാപ്പറേറ്റർ ആണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളെന്ന് വേണമെങ്കിൽ നമുക്ക് സപ്പോസ് ചെയ്യാം. അവിടെയാണ് നമ്മളൊരു കൂൾ ചെയ്യേണ്ട സബ്സ്റ്റൻസിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ റെഫ്രിജറന്റ് എന്ത് ചെയ്യും? അവിടെ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കംപ്രസറിലേക്ക് വരും. കംപ്രസറിൽ അതിന് കംപ്രസ് ചെയ്ത് പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. അവിടെ നിന്ന് അതെന്ന് പറഞ്ഞാൽ എന്താ? കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിൽ എന്താണ്? ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് അല്ലേ, ഹീറ്റ് റിജക്റ്റ് ആവും. ഹീറ്റ് റിജക്റ്റ് ആയിട്ട് എന്താണ്? അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ ഡ്രോപ്പ് ആവും. പിന്നെ എക്സ്പാൻഷൻ വാല്യൂ വരും, അവിടെ പ്രഷർ ഡ്രോപ്പ് ആവും. എന്നിട്ട് എന്താ? ഇവാപ്പറേറ്ററിലേക്ക് പോകും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോ പ്രഷർ ഏരിയയാണ്. ഇപ്പുറത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൈ പ്രഷർ ഏരിയയാണ്. അതാണ് 2 പ്രഷർ ഏരിയസിൻ്റെ ഇടയിലാണ് എന്ത് ഈ ഒരു വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ നോക്കി. ഇപ്പോൾ ഇവിടെയുള്ള ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്, ലിക്വിഡ് ട്രാപ്പ് ഉണ്ട്, കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഇതിൽ കണ്ടൻസർ എന്ന് പറയാൻ നേരത്തെ എന്താ? ലിക്വിഡിന് ആ ഒരു ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് എന്ത്? കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയാൻ നേരത്തെ എന്താ? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, ഇവാപ്പറേറ്ററിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന സെക്ഷനാണ് എന്ത്? എക്സ്പാൻഷൻ. ഇവാപ്പറേറ്ററിലാണ് എന്ത്? കോയിൽസ് കാര്യങ്ങൾ വഴി എന്താണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സെക്ഷനാണ് എന്ത്? ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ? ലിക്വിഡ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അല്ലേ, ശരിക്കും ഇവാപ്പറേറ്ററിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഈ ലിക്വിഡ് റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ ഗേഷ്യസിലേക്ക് മാറണം. എന്നിട്ട് വേണം കംപ്രസറിലേക്ക് പോകാൻ. കാരണം കംപ്രസറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കംപ്രസറിൽ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത്? ലിക്വിഡ് ട്രാപ്പ് യൂസ് ചെയ്യണം. റിമൂവ് ട്രേസസ് ഓഫ് ലിക്വിഡ് റെഫ്രിജറന്റ്. ക്ലിയർ? എന്നിട്ട് അതിനെ തിരിച്ച് നമ്മൾ എന്താ? റിസർവിലേക്ക് കൊണ്ടുവരും. പിന്നെ കംപ്രസറിലാണ് അതിനെന്താ? ഓൾറെഡി ഞാൻ പറഞ്ഞു, കംപ്രസ് ചെയ്ത് പ്രഷറിലും ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത്? കണ്ടൻസർ ഹീറ്റിനെ റിജക്ട് ചെയ്യണത്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ സൈക്കിൾ എന്താണെന്ന് അറിയാം, ഓരോന്നും എന്തൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് ഇല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും നല്ലപോലെ അറിയാം. നമുക്ക് MCQ ക്വസ്റ്റ്യൻസിൽ വരുന്ന. സോ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷർ സൈഡും ലോ പ്രഷർ സൈഡും, കണ്ടൻസർ, കംപ്രസർ, ആ ഒരു എക്സ്പാൻഷൻ വാൽവിൻ്റെ ഒരു പകുതി വരെ എന്താ? ഒരു ഹൈ പ്രഷർ സൈഡാണ്. ഇപ്പുറം എന്ന് പറഞ്ഞാൽ ഇവാപ്പറേറ്റർ, കംപ്രസറിലേക്ക് എത്തണം മുമ്പുള്ള പോർഷൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ലോ പ്രഷർ സൈഡാണ്. ഇതാണ് അതിൻ്റെ ഒരു സൈക്കിൾ വരുന്നത്. ക്ലിയർ? നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ടേം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, COP. അപ്പോൾ പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യണ COPയിലാണ്. നമ്മൾ എഞ്ചിനൊക്കെ എഫിഷ്യൻസിയിൽ പറയുന്ന പോലെ ഈ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? COPയിലാണ് പറയുന്നത്. COP എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അതിൻ്റെ ഡെഫിനേഷൻ ഡിസൈർഡ് ഔട്ട്പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട് ആണ്. ഇല്ല കൂളിംഗ് എഫക്ട് ബൈ എന്താ? വർക്ക് ഇൻപുട്ട് എന്നും പറയും. ക്ലിയർ? സോ ഇതാണ് എന്ത്? നമ്മുടെ COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക അതിൻ്റെ റിലേഷൻസ്. ഹീറ്റ് ബൈ വർക്ക്, കൂളിംഗ് എഫക്ട് ബൈ വർക്ക് ഇൻപുട്ട്, ഇല്ലേ ഡിസൈഡ് ഔട്ട്പുട്ട് ബൈ റിക്വയർഡ് ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ. ഇനി ഇതിലെ മെയിൻ ഞാൻ പറഞ്ഞു അല്ലേ, കോമൺലി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള വേപ്പർ കംപ്രഷൻ സൈക്കിളാണ്. അതിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതൊരു കാർനോട്ട് ബേസിലുള്ള കേസാണ് പറഞ്ഞത്. ജനറലി അതേ പ്രോസസ്സ് തന്നെയാണ് വരുന്നത്, പക്ഷെ അവിടെ എന്താണ്? ലോസസ് ഉണ്ടാവും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സെയിം പ്രോസസ്സാണ്. ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിൾ 1 to 2 എന്ന് പറയുന്ന നേരത്ത് ഇവാപ്പറേറ്റർ ആണ്, 2 to 3 എന്ന് പറയുന്നത് കംപ്രസർ ആണ്, 3 to 4 എന്ന് പറഞ്ഞാൽ കണ്ടൻസർ ആണ്, 4 to 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഷൻ വാൽവ് ആണ്. സോ ഈ കേസിൽ നമ്മൾ TS ഡയഗ്രാം നോക്കണമെങ്കിൽ 1 to 2 കംപ്രഷൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് H1 ഇവിടുത്തെ എന്താൽപി H1 ആണ്, ഇവിടുത്തെ H2 ആണ്. സോ എന്താൽപി H1ൽ നിന്ന് എന്താ? H2ലേക്ക് പോയി. 2 to 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രഷൻ ആണ്. അപ്പോൾ 2 to 3 H3 ആണ് എന്ത്? കംപ്രസറിൻ്റെ എൻജിനിലുള്ളത് വേണ്ടത്. 3 to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ്പാൻഷൻ ആണ്, H4. അപ്പോൾ H3യും H4ഉം സെയിം ആണ്. 4 to 1 എന്ന് പറയാൻ നേരത്തെ എന്താ? ഇവാപ്പറേറ്ററിലാണ്. ക്ലിയർ? സോ ഇത് PH ഡയഗ്രാം ആണ്. TS വരാൻ നേരത്ത് കറസ്പോണ്ടിങ് 1 to 2, 2 to 3, 3 to 4, 4 to 1. ടെമ്പറേച്ചർ നിങ്ങൾ നോക്കിയാൽ 1 to 2 നമ്മുടെ കംപ്രസറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. 2 to 3 കണ്ടൻസറിലാണ് ആ ഒരു ഹീറ്റ് റിജക്ഷൻ വരുന്നത്. 3 to 4 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന അവിടെയും ടെമ്പറേച്ചർ റിഡക്ഷൻ. 4 to 1 എന്ന് പറയുന്നത് എന്താ? ഇവാപ്പറേറ്ററിൽ. ക്ലിയർ? സോ ഈ 2 ഗ്രാഫും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ PH ഉം TS ഡയഗ്രാം വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ. പിന്നെ
ഇതിൽ പല പല സബ് പ്രോസസ്സ് തന്നെ ഉണ്ട്. സൂപ്പർ കൂളിംഗ് അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റിംഗ്, സബ് കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രാഫിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഒന്നും കൂടി എഫിഷ്യൻസി അല്ല COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല പ്രോസസ്സും ഉണ്ട്. സോ വേപ്പർ കംപ്രഷൻ സൈക്കിളിൽ നമ്മളെന്താ ഇവാപ്പറേറ്ററിൽ ഉള്ള ആ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ H1 - H4 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എന്താ കംപ്രസർ വർക്ക് എന്ന് പറയാൻ നേരത്തെ എന്താണ് H2 - H1 ആണ്. ഇവിടുത്തെ H2 - H1 ആണ് എന്ത് കംപ്രസറിലുള്ള വർക്കിൽ എന്തുമാത്രം കംപ്രഷൻ ഉള്ളത്. കണ്ടൻസറിലുള്ള എന്ന് പറയുന്ന നേരത്തെ എന്താ H2 - H3 ആണ്. ഇനി ത്രോട്ടിലിംഗ് വാൽവ് എന്ന് പറയുന്ന നേരത്തെ എന്താ H3 = H4. ഇത് ജനറൽ കേസാണ് പറയുന്നത്. അവിടെ മേ ബി എന്തെങ്കിലും സബ് കൂളിംഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. സോ ഇതാണ് അതിൻ്റെ റിലേഷൻ തന്നെ. ഇതിന് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ തിയറിപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ഈ സെക്ഷനിൽ നിന്ന് വരുന്നത്. സോ ഫൈനലി COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന നേരത്തെ എന്താ ഹീറ്റ് ബൈ വർക്കാണ്. സോ H1 - H4 H2 - H1 ആണ്. ഇനി കാർനോട്ടിൻ്റെ ബേസിലാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ബേസിൽ എന്താണ് TC, കൂളിംഗ് ടെമ്പറേച്ചർ ബൈ ഹോട്ട് ടെമ്പറേച്ചർ - കൂളിംഗ് ടെമ്പറേച്ചർ. സോ ഇതാണ് നമുക്ക് എന്ത് രണ്ട് റിലേഷൻസ് വരുന്നത്. ഓക്കെ, എക്സ്പ്രഷൻസും അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസ് ചോദിക്കാം അല്ലേ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇല്ല എന്ന് പറഞ്ഞേക്കണം. ഇക്വേഷൻസ് എക്സ്പ്രഷൻസ് ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ വരും. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് 1 ton ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു 1 ton അല്ലേ. ഓപ്ഷൻസിൽ 50 kJ/s ഉണ്ട്, 3.5 kW ഉണ്ട്, 100 J/min ഉണ്ട്, 1000 J/min, 1000 kJ/min. അപ്പോൾ ഞാൻ സെഷൻ എടുത്തപ്പോഴേ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. 1 ton = എന്താ 3.5 kW, 3.5 kW. ഓക്കെ, സോ ഓപ്ഷൻ B ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ അല്ലേ. റെഫ്രിജറൻസ് പല ഇതുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് എന്നാണ്. അതേപോലെ തന്നെ എക്സോസ്റ്റ് നോർമലി കാറിൽ നിന്നും നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസോൺ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാർബൺ ഡയോക്സൈഡ് കൂടുന്നതിനനുസരിച്ച് എന്താ ഗ്ലോബൽ വാർമിംഗ് എന്താണ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ദി സൈക്കിൾ ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഒക്കേഴ്സ് അറ്റ്. ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എവിടെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ അതാ ഞാൻ പറഞ്ഞ TH ഡയഗ്രമൊക്കെ ശ്രദ്ധ പോലെ ഓർത്ത് കഴിഞ്ഞാൽ TH ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലെ. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ആ ഒരു എക്സ്പാൻഷൻ അല്ലേ നടക്കാൻ നേരത്തെ എക്സ്പാൻഷൻ്റെ ലാസ്റ്റ് പോയിന്റിലാണ് എന്ത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. സോ എക്സ്പാൻഷൻ ആണ് എന്ത് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ 2. The refrigerant used in the vapor compression refrigeration based refrigeration cycle rejects heat at. എവിടെയാണ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണത്? വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണത് എവിടെയാണ്? എക്സ്പാൻഷൻ വാൽവിലാണോ? അല്ല. ഇവാപ്പറേറ്ററിലാണോ? അല്ല. കംപ്രസറിലാണോ? അല്ല. എവിടെയാണ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണത്? കണ്ടൻസറിലാണ് എന്ത് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണത്. സോ തേർഡ് വൺ ആണ് എന്ത് ആൻസർ വരുന്നത്. 1 ton ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ ഓപ്ഷൻസ് നോക്കിയാൽ 620 kJ/min, 21 kJ/min, 420 kJ/min, 210 kJ/min. ഏതാ ശരി ഉത്തരം? 1 അല്ല, 2 അല്ല, 3 അല്ല, 210 kJ/min. ഓപ്ഷൻ 4 ആണ് വരുന്നത്. ക്ലിയർ? സോ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് റെഫ്രിജറേഷൻ എന്നുള്ളത്. ചെറുതാണെങ്കിലും അതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ലപോലെ നോക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിലേഷൻസ്, തിയറി, കൺസെപ്റ്റ്സ് നല്ലപോലെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. സോ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.